നമ്മുടെ കുട്ടികൾ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ? കുട്ടികൾ വീട്ടിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾ പരസ്പരം എപ്പോഴും തല്ലുകൂടിക്കൊണ്ടിരിക്കുക അല്ലേ? അത് നമ്മൾ എപ്പോഴും ആകുലപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിന്റെ പ്രധാന കാരണം ഈ മൂത്ത കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ആ കുട്ടിയെ വളരെയധികം സ്നേഹവും വീട്ടിലെ എല്ലാവരും ഒരു സ്നേഹവും പരിചരണവും ഒക്കെ ഈ മൂത്ത കുട്ടിക്ക് കിട്ടുന്നുണ്ടാവും. പെട്ടെന്ന് രണ്ടാമത്തെ കുട്ടി കൂടുതലും രണ്ട് കുട്ടികളും തമ്മിൽ കൂടുതൽ ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ചില അവസരത്തിൽ കുട്ടികൾ തമ്മിൽ 3-4 വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും ഇവർ തമ്മിൽ കടുത്ത ശത്രുത ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നതോടുകൂടി മൂത്ത കുട്ടിക്ക് കിട്ടുന്ന സ്നേഹവും പരിചരണവും എല്ലാം രണ്ടാമത്തെ കുട്ടിക്ക് നമ്മൾ കൊടുക്കും. മൂത്ത കുട്ടിയുടെ കാര്യം അവൻ വളർന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അവർക്കുള്ള ശ്രദ്ധ കുറയ്ക്കും. അങ്ങനെ വരുമ്പോൾ ഈ മൂത്ത കുട്ടിക്ക് ഈ രണ്ടാമത്തെ കുട്ടിയോട് ഒരു സാമാന്യ ഒരു അസൂയ അല്ലെങ്കിൽ ഒരു വിഷമമൊക്കെ ഉണ്ടാവുകയും ഈ കുട്ടിയോട് തല്ലുകൂടാനുള്ള പ്രവണത മൂത്ത കുട്ടിക്ക് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇതിന് ആയുർവേദത്തിൽ രണ്ട് കുട്ടികളും തമ്മിൽ ഈ മൂത്ത കുട്ടി വളരുന്ന ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് തന്നെ രണ്ടാമത്തെ കുട്ടിയെ ഗർഭം ധരിക്കുകയാണെങ്കിൽ ഈ മൂത്ത കുട്ടിക്ക് പാരിഗർഭിക എന്ന് പറയുന്ന ഒരു അസുഖം വരുന്നതായിട്ട് കാണും. അതായത് മൂത്ത കുട്ടിക്ക് പെട്ടെന്ന് ആവശ്യമുള്ള മുലപ്പാല് കിട്ടാതാവുകയും ആ കുട്ടിയുടെ മാനസികവും ശാരീരികവുമായ ഡെവലപ്മെന്റിന് ഈ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നത് മൂലം മൂത്ത കുട്ടി ഭക്ഷണം കഴിക്കാതെ മെലിഞ്ഞ ഒരു രോഗിയെ പോലെ ആയി പോകുന്ന ഒരു അവസ്ഥ ആയുർവേദത്തിൽ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മൂത്ത കുട്ടിയോട് നമ്മൾ ഏത് രീതിയിലാണോ സ്നേഹവും ലാളനയും ഒക്കെ കൊടുക്കുന്നത് ആ ഒരേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ മൂത്ത കുട്ടി രണ്ടാമത്തെ കുട്ടിയോട് കാണിക്കുന്നത്. കാരണം ഈ സ്നേഹവും പരിഗണനയും സിമ്പതി എമ്പതി എല്ലാം അവൻ എങ്ങനെയാണോ നമ്മൾ രക്ഷിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവന് കിട്ടുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെയായിരിക്കും ഈ രണ്ടാമത്തെ കുട്ടിയോട് അവൻ പെരുമാറുന്നത്. അതുകൊണ്ട് മൂത്ത കുട്ടികളെ പ്രത്യേകം സ്നേഹവും ലാളനയും പരിഗണനയും കൊടുത്ത് സ്നേഹിച്ചാൽ മാത്രമേ നമ്മുടെ സിബ്ലിങ്സ് തമ്മിൽ നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ മൂത്ത കുട്ടിക്ക് അടി കൊടുക്കും, രണ്ടാമത്തെ കുട്ടീനെ കൂടുതൽ ലാളിക്കും. ഇങ്ങനെ വരുമ്പോൾ രണ്ട് കുട്ടികളും തമ്മിലുള്ള സ്നേഹം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.